നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. സ്ത്രീ, ട്രാൻസ്ജെൻഡർ യാത്രക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ സൗകര്യം ലഭ്യമാകും. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സൗജന്യയാത്ര ഔദാര്യമല്ലെന്നും സ്ത്രീകളോടുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് പ്രിയദർശിനി യാത്രാ പദ്ധതി ഉണ്ടാക്കുകയെന്നും യാത്രാ ചെലവിൽ നിന്നുള്ള ലാഭം കുടുംബങ്ങളുടെ സമ്പാദ്യമായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഷം ഏകദേശം 800 കോടിയാണ് പദ്ധതിക്കായി സർക്കാർ KSRTCക്ക് നൽകുന്നത്. സീറോ ടിക്കറ്റ് ഇല്ലാതെ യാത്ര അനുവദിക്കില്ല. സൗജന്യ യാത്രയ്ക്ക് വരുന്ന ചെലവ് സർക്കാർ നൽകാമെന്ന ഉറപ്പിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. അതിനാൽ ടിക്കറ്റ് വിതരണം കൃത്യമായിരിക്കണമെന്ന് KSRTC ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ഏറെ ഗുണപ്രദമാണ് ഈ പദ്ധതി. ചരിത്രപ്രേമികൾക്കും ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ ഇതാ മറ്റൊരു സുവർണ നിമിഷം കൂടി. ലോകത്തിലെ ഏറ്റവും വലിയ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 6-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഈ നേട്ടത്തോടെ ആഗോള സാംസ്കാരിക ഭൂപടത്തിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പ്രകൃതി വൈവിധ്യങ്ങൾക്കുള്ള ആഗോള അംഗീകാരമാണിത്. ആഗ്രയിലെ താജ്മഹൽ മുതൽ പശ്ചിമഘട്ട മലനിരകൾ വരെ നീളുന്ന വൈവിധ്യങ്ങൾ ഈ പൈതൃക പട്ടികയിലുണ്ട്. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന ചരിത്ര നിമിഷമാണിത്. ലോക പൈതൃകങ്ങളുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ളത് ഇറ്റലിയാണ്. ചൈന, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ എന്നിവയാണ് മറ്റ് 4 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ രാജ്യങ്ങൾ. ലോക പൈതൃകങ്ങളുടെ കണക്കനുസരിച്ച് ഇന്ത്യയ്ക്ക് 43 അംഗീകൃത പൈതൃക കേന്ദ്രങ്ങളുണ്ട്. അതിൽ പശ്ചിമഘട്ടം, വാലി ഓഫ് ഫ്ലവേഴ്സ് തുടങ്ങിയവയുടെ സ്വാഭാവിക പൈതൃകങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകങ്ങളെയും അവയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെയും അംഗീകാരം കൂടിയാണ് ഈ നേട്ടം. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി താരം ഫിഫ ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിച്ചു. ഖത്തർ ദേശീയ ടീമിന്റെ 26-അംഗ ലോകകപ്പ് സ്ക്വാഡിലാണ് 19-കാരനായ വിങ്ങർ തഹസീൻ മുഹമ്മദ് ജംഷീദ് ഇടം നേടിയത്. ഖത്തർ സ്റ്റാർസ് ലീഗിലെ പ്രമുഖ ക്ലബായ അൽ ദുഹൈലിന്റെ താരമാണ് തഹ്സീൻ. കണ്ണൂർ സ്വദേശികളായ ജംഷീദിന്റെയും ഷൈമയുടെയും മകനായ തഹ്സീൻ ജനിച്ചതും വളർന്നതും ദോഹയിലാണ്. ഖത്തർ സ്റ്റാർസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. 2006-ൽ ഫ്രാൻസ് ടീമിൽ കളിച്ച വികാഷ് ദൊരാസുവിന് ശേഷം ലോകകപ്പ് സ്ക്വാഡിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ കൂടിയാണ് തഹ്സീൻ. മകളുടെ പഠനയാത്രയ്ക്ക് കൂട്ടുപോയ അമ്മ പക്ഷേ തിരികെ വന്നത് ബിരുദാനന്തര ബിരുദത്തിൽ 1-ാം റാങ്കുകാരിയായി. തൃശൂർ മേലൂർ സ്വദേശിനി KK ഷീജുവെന്ന 56-കാരി പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ നിന്നും വിമൻ സ്റ്റഡീസിലാണ് റാങ്ക് നേടിയത്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായ ഷീജു മകൾ പാർവതിക്ക് 2024-ൽ പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ സോഷ്യോളജിയിൽ ഗവേഷണത്തിന് അഡ്മിഷൻ ലഭിച്ചപ്പോഴാണ് കൂടെ പോകാൻ തീരുമാനിച്ചത്. സ്പോട്ട് അഡ്മിഷനിലൂടെയാണ് ഷീജുവിന് വിമൻ സ്റ്റഡീസിൽ പ്രവേശനം കിട്ടിയത്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് അവളെ അഡ്മിഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ആ ക്യാമ്പസ് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ഭംഗിയുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു. എനിക്കാണെങ്കിൽ മരങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ളവരാണ്. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി പറ്റിയെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ പഠിക്കുക എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല. അങ്ങനെ എത്തി. പിന്നെ കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നുള്ള കുട്ടികളാണ്. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ എന്നോട് കോപ്പറേറ്റ് ചെയ്തു. പിന്നെ അവരിൽ ഒരാളായിട്ട് മാറി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. പിന്നെ എനിക്ക് സ്പെഷ്യൽ പരിഗണനകളൊന്നും ഇല്ലാതെ പോയതും എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണും. പിന്നെ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ അവബോധം പകരുന്നതിൽ സജീവമായ ഇടപെടൽ നടത്തിവരികയാണ് ഷീജു. സംസ്ഥാനത്ത് പച്ചത്തേങ്ങയുടെ വില കുത്തനെ ഇടിയുമ്പോഴും ചിരട്ടയുടെ വില കുതിച്ചുയരുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ 1 കിലോ ചിരട്ടയ്ക്ക് 32 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടേറെ ആളുകളാണ് ചിരട്ട ശേഖരിക്കാൻ വാഹനങ്ങളുമായി വീടുകളിലെത്തുന്നത്. ആക്ടിവേറ്റഡ് കാർബൺ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പെയിന്റ് എന്നിവ നിർമ്മിക്കുന്നതിനും വെള്ളം ശുദ്ധീകരിക്കുന്നതിനും ചിരട്ടക്കരി വൻതോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് വില ഉയരാൻ തുടങ്ങിയത്. നിരന്തരമായ പരിശ്രമത്തിനും ദീർഘകാലത്തെ ക്ഷമയ്ക്കും ആഗോളതലത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ആ റെക്കോർഡ് നേട്ടം ഒരിക്കലല്ല 2 തവണ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇടുക്കി പീരുമേട് സ്വദേശിയായ സുനിൽ. ഇരട്ട ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ തിളക്കത്തിൽ പീരുമേടിന്റെ വലിയ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ പ്രതിഭ. 31 രാജ്യങ്ങളിൽ നിന്നുള്ള 5 ml മുതൽ 500 ml വരെ വലിപ്പമുള്ള 858 പേപ്പർ കപ്പുകൾ കൃത്യതയോടെ ശേഖരിച്ചാണ് സുനിൽ തന്റെ 2ാമത്തെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. വെറുമൊരു ശേഖരണത്തിനപ്പുറം പരിസ്ഥിതി ബോധ്യം കൂടിയുള്ളതായിരുന്നു ഈ ദൗത്യം. മെഴുക് ഒട്ടുമില്ലാത്ത പൂർണ്ണമായും ബയോഡീഗ്രേഡബിൾ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കപ്പുകൾ മാത്രമാണ് റെക്കോർഡിനായി പരിഗണിച്ചതെന്നത് ഈ നേട്ടത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. 2021 ഓഗസ്റ്റ് 4 ന്യൂയോർക്കിൽ 800 പേപ്പർ കപ്പുകൾ ശേഖരിച്ച് അമേരിക്കൻ സ്വദേശി വുഡൻ റാഫേൽ ലെവിൻ സ്ഥാപിച്ച റെക്കോർഡാണ് സുനിലിന്റെ കഠിന ശ്രമത്തിന് മുന്നിൽ വഴിമാറിയത്. ഈ ചരിത്ര വിജയത്തിന് ഇരട്ടി മധുരം സമ്മാനിച്ചുകൊണ്ട് സുനിലിനെ തേടി മറ്റൊരു അപൂർവ ആദരവ് കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നു. സുനിലിന്റെ സവിശേഷമായ ഹോബികളെയും നേട്ടങ്ങളെയും കുറിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അധികൃതർ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു പ്രത്യേക ഫീച്ചർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ഇത്തരമൊരു സവിശേഷമായ ആദരവിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുനിലിനെയാണ് എന്നത് ഈ വിജയത്തിന്റെ തിളക്കം ഇരട്ടിയാക്കുന്നു. 2013 ആദ്യ റെക്കോർഡ് നേടുന്നത് ലോകത്തിലെ 245-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഫോൺ കാർഡുകൾ ശേഖരിച്ചതിനാണ്. ഫോൺ കാർഡുകൾക്കും പേപ്പർ കപ്പുകൾക്കും ക്ഷണക്കത്തുകൾക്കും പുറമെ സുനിലിന്റെ പക്കലുള്ള മറ്റു ശേഖരങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. വിദേശ സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ കറൻസികൾ, വിമാന ടിക്കറ്റുകൾ, ബോർഡിംഗ് പാസുകൾ, പല ദേശങ്ങളിലെ ടീ ബാഗുകൾ, റേസർ ബ്ലേഡ് റാപ്പറുകൾ, പഴയകാല ലോട്ടറി ടിക്കറ്റുകൾ, തീപ്പെട്ടി സ്റ്റിക്കറുകൾ, പോസ്റ്റ് കാർഡുകൾ, കോഫി മഗുകൾ എന്നിവയും സുനിലിന്റെ ശേഖരത്തിലുണ്ട്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.